ഓക്കെ, ഒരു കണക്ക് എഴുതാം. ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ. Find the arithmetic mean for the following distribution. For the above, for the following distribution. 2 column, 9 row. 2 column, 9 row. പുതിയതായിട്ട് വന്ന ആൾക്ക് കോളം, താഴേക്ക് റോ. 2 കോളം, 9 റോ. ഏജ്, ഇൻകം. ഏജ്, ഇൻകം ബ്രാക്കറ്റിലെ റുപ്പീസിന്റെ ചിഹ്നം RS എന്നിട്ടാലും മതി, അല്ലെ റുപ്പിയുടെ ചിഹ്നം ഇട്ടാലും മതി. ഏജ്, ഇൻകം. അല്ല, ഏജ് അവിടെ വേണ്ടല്ലോ, ഇൻകം മതി. എടുത്ത് എഴുതിയപ്പോ കോപ്പി പേസ്റ്റ് ചെയ്തതാ എന്തോ ഒന്ന്, ഏജും കൂടി കേറി വന്നു ബുക്കില്. ഇൻകം മതി, ഇൻകം റുപ്പീസ്. നമ്പർ ഓഫ് ഫാമിലീസ്. നമ്പർ ഓഫ് ഫാമിലീസ് രണ്ടാമത്തെ കോളം ഹെഡ്. അപ്പൊ ഒന്നാമത്തെ കോളം ഇനി ഓരോ റോ ആയിട്ട് പറയുകയാണ്, റോ വാല്യൂസ് പറയുകയാണ്. എബോ 0, എബോ 0, എബോ 1000. ഇനി എബോ എന്നുള്ളത് ഡിറ്റോ ഇട്ടാ മതി, 2 കോമ ഡിറ്റോ. എബോ 2000, എബോ 3000, എബോ 4000 എറ്റ്സെട്ര. അത് എഴുതുക, 7000 വരെ എഴുതുക. എബോ 0, എബോ 1000, എബോ 2000, എബോ 3000, എബോ 4000, എബോ 5000, എബോ 6000, എബോ 7000. ആഴ്ചക്കുള്ള കൂലി എന്നുള്ളത് ആഴ്ചക്കുള്ള ഇൻകം എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഫാമിലീസ്, വാല്യൂ തെറ്റരുത്. 700 ഒന്നാമത്തെ, എബോ 0-ന് 700. 630, 540, 430, 265, 140, 80, 30. റിപ്പീറ്റ് ചെയ്യാം, വാല്യൂ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നമ്പർ ഓഫ് ഫാമിലീസ് 700, 630, 540, 430, 265, 140, 80, 30. ആരെങ്കിലും ഒരാൾ ഇതിനെ ഒരു നോർമൽ ടേബിൾ ആക്കി മാറ്റുന്ന ഒരു കാര്യം ഒന്ന് പറയൂ. How can we convert which as a normal table? തന്നിരിക്കുന്നതിനെ ഒരു നോർമൽ ടേബിൾ ആക്കി മാറ്റണം. അവിടെ ടൈറ്റിലുകൾ ഇതൊക്കെ തന്നെയാണ്. ഉത്തരം എഴുതുമ്പോ ഇൻകം, നമ്പർ ഓഫ് ഫാമിലീസ് അങ്ങനെ തന്നെ എഴുതാം. ചോദ്യം ഇവിടെ ഉണ്ട്, അത് താഴെ തന്നെ എഴുതിക്കോളൂ, അല്ലെങ്കിൽ വലതുഭാഗത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് എഴുതിക്കോളൂ. 0 to 1000, 1000 to 2000. Yes. 0 to 1000, 1000 to 2000, 2000 to 3000, 3000 to 4000. അങ്ങനെ എഴുതി വരിക 7000 മുതൽ 8000 വരെ. ഇതിൽ 7000 അല്ലേ പറഞ്ഞിട്ടുള്ളൂ, എബോ 7000 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ എബോ 7000 എത്ര എന്നുള്ളത് ഒരു ക്ലാസ് എങ്കിലും കാണിക്കാം.
0 മുതൽ 1000, 1000 2000, 2000 3000, അത് എഴുതുക. 7000 8000. ആ നമ്പർ ഓഫ് ഫാമിലീസ് ആണ് ഇനി എഴുതേണ്ടത്. നമ്പർ ഓഫ് ഫാമിലീസ് ഫ്രീക്വൻസി. നേരത്തെ തന്നിരിക്കുന്നത് എന്ത് തരം നമ്പർ ഓഫ് ഫാമിലീസ് ആണ്? അത് ഏത് തരം ടേബിൾ ആണ്? ആണോ? 700, 630, 540 എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിരിക്കുന്നു. അത് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ? ഗ്രേറ്റർ ദാൻ. കാരണം ഒന്നല്ലെങ്കിൽ ആണോ എന്ന് ചോദിച്ചാൽ അടുത്തതാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു നോർമൽ ഫിലോസഫി. ഇത് ഗ്രേറ്റർ ദാൻ ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന് ലെസ് ദാനിനെ കൂട്ടിക്കൂട്ടി പോകും, ഗ്രേറ്റർ ദാനിനെ കുറച്ച് വരും. പക്ഷെ ആദ്യത്തെ കുറച്ച് വരുന്നത് എന്താണ് എന്ന് അറിയാൻ അതിൽ ആദ്യം നമ്മളൊന്ന് ചിന്തയ്ക്ക് വിധേയമാക്കണം. നമ്മൾ അതൊന്ന് അനലൈസ് ചെയ്യണം. 0-നേക്കാൾ കൂടുതൽ 700 പേരുണ്ട്, 1000-നേക്കാൾ കൂടുതൽ 630 പേരുണ്ട്. അപ്പൊ 0-നും 1000-നും ഇടയ്ക്ക് എത്ര പേരുണ്ട്? 700 പേരുണ്ട്. 0-നേക്കാൾ കൂടുതൽ 700 പേർ, 1000-നേക്കാൾ കൂടുതൽ 630 പേർ, 1000-നേക്കാൾ കൂടുതൽ 630 പേർ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 1000-നേക്കാൾ കൂടുതൽ 630 പേർ. 630 പേരിൽ ബാക്കിയുള്ളവർ 1000-നേക്കാൾ കുറഞ്ഞവരാണ്. 1330. 7000 ആണ്, അല്ല 700 ആണ് 0-നേക്കാൾ കൂടുതൽ. 0-നേക്കാൾ കൂടുതൽ 700 പേർ, 1000-നേക്കാൾ കൂടുതൽ 630 പേർ. അപ്പൊ 0-നും 1000-നും ഇടക്ക് 70 പേർ. 70 പേർ. വീണ്ടും ആലോചിച്ചോളൂ. 1000-നേക്കാൾ കൂടുതൽ 630 പേർ. അപ്പൊ സ്വാഭാവികമായിട്ടും 1000-നേക്കാൾ കുറഞ്ഞവർ എത്ര പേർ? 1000-നേക്കാൾ കൂടുതൽ 630 പേർ. സ്വാഭാവികമായും 1000-നേക്കാൾ കുറഞ്ഞവർ 70 പേർ. 700 അല്ല, 70 പേർ. 70 പേർ. 0-നേക്കാൾ കൂടുതൽ 700, 0-നേക്കാൾ കൂടുതൽ 700, 1000-നേക്കാൾ കൂടുതൽ 630. അപ്പൊ 0-നും 1000-നും ഇടക്കുള്ളത് 700-നും 630-നും ഇടക്ക്. 700-നും 630-നും ഇടക്ക് എത്ര പേരുണ്ട്? 70 പേരുണ്ട്. അപ്പൊ 70. ഇനി വീണ്ടും 1000-നും 2000-നും ഇടക്ക് എത്ര പേർ? 2000-നേക്കാൾ കൂടുതൽ 540 പേരുണ്ട്. 1000-നേക്കാൾ കുറഞ്ഞവർ 70 പേർ എന്ന് നിശ്ചയിച്ചു. അപ്പോ 2000-നേക്കാൾ കുറഞ്ഞവർ 540-ൽ നിന്ന് 70 കുറച്ചിട്ട് ബാക്കിയുള്ളത്, അഥവാ 90. മനസ്സിലായോ? കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മതി. സിമ്പിൾ. 630-ൽ നിന്ന് 540 കുറച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ മതി. 630-ൽ നിന്ന് 540 കുറച്ചാൽ മതി. അത് ആലോചിച്ച് റീസണും കൂടി കണ്ടെത്തൂ. ലോജിക്കൽ റീസണിങ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ പറ്റി നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് അവിടെ വരണം. മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് വരണം. ഓട്ടോമാറ്റിക്കലി 2000-നേക്കാൾ കൂടുതൽ 540 പേർ, 0-നേക്കാൾ കൂടുതൽ 1000-നും 0-നും ഇടക്ക് 70 പേർ. അപ്പൊ 1000-നും 2000-നും ഇടക്ക് 700-ൽ നിന്ന് 540 കുറച്ചിട്ട് 70 കൂടി കുറയ്ക്കല്. അപ്പൊ എത്ര പേരായി?
90 പേർ. ഇനി ഓട്ടോമാറ്റിക്കലി അടുത്തത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അടുത്തത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 700-ൽ നിന്ന് 540-ൽ നിന്ന് 430 കുറച്ചാൽ മതി. അവിടെ കൈ വെച്ചിട്ട് വരിക എന്ന് ഞാൻ ഇതിനാണ് പണ്ട് പറഞ്ഞത്. മേലെന്ന് അത് കുറയ്ക്കുക, അടുത്തുനിന്ന് അത് കുറയ്ക്കുക, അടുത്തുനിന്ന് അത് കുറയ്ക്കുക, അടുത്തുനിന്ന് അത് കുറയ്ക്കുക, അടുത്തുനിന്ന് അത് കുറയ്ക്കുക, അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒന്ന് ചിന്തിച്ചും നോക്കിയാൽ ഉത്തരം കറക്റ്റ് ആവും. 700-ൽ നിന്ന് 630 കുറയ്ക്കുക, 70 കിട്ടി. 630-ൽ നിന്ന് 540 കുറയ്ക്കുക, 90 കിട്ടി. 540-ൽ നിന്ന് 430 കുറയ്ക്കുക, 110 കിട്ടി. 430-ൽ നിന്ന് 265 കുറയ്ക്കുക, 165 കിട്ടി. 265-ൽ നിന്ന് 140 കുറയ്ക്കുക, 60 കിട്ടി. അങ്ങനെ കുറച്ച് 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 വന്നാൽ മതി. എൺപതിൽ നിന്ന് 30 കുറച്ചാൽ 50 പേർ. പിന്നെ 30-ൽ നിന്ന് 30 കുറച്ചാല് 0. അതല്ല, 30 പേർ ബാക്കി ഉണ്ടാവണം. 7000-നേക്കാൾ കൂടുതൽ 30 പേരുണ്ട്. അപ്പൊ 7000 to 8000 30. ആ കിട്ടിയ വാല്യൂ ഒന്നും കൂടി പറയൂ ഒരാൾ. മിസ് സൂര്യക്ക് മനസ്സിലായോ? പുതിയതായിട്ട് വന്ന ആൾ. മനസ്സിലായി. ഓക്കെ, ഒന്ന് ആ വാല്യൂ ഒന്ന് പറയാവോ? 70, Yeah. 90, Yeah. 110, Yeah. 165, Yes. 125, Yes. 140, No. 125. Next. 125, No. 265, 140, 60. 140, 80 minus. ശരി. Okay. 140 minus 80. 60. Yes. 60 minus 80 minus 30. 50. Last. 7000-നേക്കാൾ കൂടുതൽ എത്ര പേരുണ്ട്? 30. അപ്പൊ 7000 മുതൽ 8000 വരെ 30. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ലാസ്റ്റ് വാല്യൂ എങ്ങനെയാണ്? അതായത് 7000-നേക്കാൾ കൂടുതൽ എന്നാണല്ലോ ചോദ്യത്തിൽ. ഈ ചോദ്യം എഴുതുമ്പോ മിസ് സൂര്യ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ 7000-നേക്കാൾ കൂടുതൽ 30 പേരുണ്ട്. നമ്മളത് പ്രഡിക്റ്റ് ചെയ്തു. 7000 മുതൽ 8000 വരെ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 7000-നേക്കാൾ കൂടുതൽ ഉള്ളവർ എന്തായാലും 7000 8000 ഗ്രൂപ്പിലല്ലേ ഉള്ളത്. 1000-ന്റെ ഒരു റേഞ്ചിൽ പോകുന്നത് കൊണ്ട് ആ 30-നെയാണ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 30 എന്ന് എഴുതിയത്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ ചെയ്തത് ശരിയാണോ എന്നുള്ളത് 30-ൽ നിന്ന് ഈ തൊട്ട് മുമ്പിലുള്ള വാല്യൂ കൂട്ടിക്കൂടി. ആൻസർ ഇല്ലേ, ആൻസറിലെ താഴെ ഉള്ള 30 അവിടെ 30, അത് കൂട്ടി 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 പോയാൽ മുകളിൽ ചോദ്യത്തിൽ അത് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അതൊന്ന് ചെയ്തു നോക്കൂ. 30 പ്ലസ് ഇവിടെ ഉള്ള 50, അത് കൂട്ടിയാൽ അവിടെ 80. 80-നോട് 60 കൂടി കൂട്ടി 140. 140-നോട് 125 കൂട്ടി അല്ലേ, 265. 265-നോട് 165 കൂട്ടി 430. 430-നോട് 110 കൂട്ടി 540. 540-നോട് 90 കൂട്ടി 630. 630-നോട് 70 കൂട്ടി 700. ചോദ്യത്തിൽ നിന്ന് ഉത്തരത്തിലേക്ക് വന്നു. ഉത്തരത്തിന്റെ റെസിപ്രോക്കൽ ചെയ്താൽ ചോദ്യത്തിലേക്ക് പോയി. അപ്പൊ സ്വാഭാവികമായും ഒരു നോർമൽ എക്സ്ക്ലൂസീവ് ടേബിൾ നമ്മുടെ കയ്യിൽ കിട്ടി. ഇവിടെ ഇനി അടുത്ത പോയിന്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് രോഷിനി മാം?
സർ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. അല്ല, രോഷ്നി മാം എന്തോ പറഞ്ഞു വരുന്നു, വേറെ എന്തോ എന്താണ്? അല്ല, ഇനി കണ്ടുപിടിക്കേണ്ടത് മിഡ് വാല്യൂ. മിഡ് വാല്യൂ. യെസ് യെസ് യെസ്. അപ്പൊ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. എക്സ്. സാറേ എനിക്കൊരു കുഞ്ഞു സംശയം. അപ്പം നമ്മൾ ഈ ടേബിളില് അപ്പം ഈ ഇൻകം എന്ന് പറയുന്ന ആ ഒരു ഇതില് നമ്മള് ആദ്യം എബവ് ഈ 70 അപ്പൊ ഏതിൽ ഇൻക്ലൂഡ് ചെയ്താ കാണിക്കുക? 70 ഈ 70, 90, 110 ഒക്കെയാണോ? അത് നമ്പർ ഓഫ് ഫാമിലീസ് തന്നെയാണ്. നമ്പർ ഓഫ്, അതായത് ഇൻകം ഒരു മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ തന്നിരിക്കുന്നു. ആ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ അതിനെ നമ്മൾ നോർമൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആക്കിയിട്ട് ആദ്യം കൺവെർട്ട് ചെയ്തു. വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. അവിടെ ഉള്ളത് 0-നേക്കാൾ എബോ 0, എബോ 1000, 0-നേക്കാൾ കൂടുതൽ വരുമാനമുള്ളവർ 700 പേർ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല. നമുക്കിപ്പം ഈ ക്ലാസ് ഇന്റർവെൽ ഇതെല്ലാം വെച്ചിട്ട് 8 അല്ലേ ഉള്ളൂ. നമ്മളിപ്പോ നോർമൽ 8 ക്ലാസ് അല്ലേ തന്നിരിക്കുന്നത്, 8 ഇൻകം ലെവൽ. പക്ഷെ നമ്മളിപ്പോ കണ്ടുപിടിച്ച നോർമൽ ഫ്രീക്വൻസി 9 വരുന്നില്ലേ? അത് വരും. കാരണം 700-നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്ന് കണ്ടുവച്ചു. അല്ല, 8 തന്നെയല്ലേ ഇവിടെയും വരുന്നുള്ളൂ? ഇല്ല, 8 തന്നെ വരുന്നുള്ളൂ. 0 മുതൽ 1000 വരെ, 1000 മുതൽ 2000 വരെ, 2000, 3000, 3000, 4000, 4000, 5000, 5000, 6000, 6000, 7000, 7000, 8000. 1000 മുതൽ 8000 വരെ 8 ക്ലാസ്. തെറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രൈക്ക് ചെയ്താൽ മതി. അപ്പൊ ഇനി മിഡ് വാല്യൂ കാണുക, നമ്പർ ഓഫ് ഫാമിലീസ് കാണുക, അല്ല എഴുതുക. ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് ഫാമിലീസ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതിലാ? 3000 to 4000. 3000 to 4000-ലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് മിഡ് വാല്യൂ ആയിരിക്കും അസ്യൂംഡ് മീൻ? 3500. 3500. അവിടെ ആ മിഡ് വാല്യൂ എല്ലാം എഴുതണം. കാരണം നമുക്ക് എഫും എക്സും തമ്മിൽ ഗുണിക്കേണ്ടതുണ്ട്. അപ്പൊ ടേബിളിൽ അത് വരണം. ചെയ്തോളൂ. ചെയ്ത് കഴിഞ്ഞാൽ യെസ് എന്ന് മാത്രം ചാറ്റ് ചെയ്യാം. ഉത്തരം പിന്നീട് പറഞ്ഞാൽ മതി. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഫൈനൽ ആൻസർ കിട്ടിയവരൊന്ന് യെസ് തരൂ. ആൻസർ കിട്ടിയവർ യെസ് പറഞ്ഞാൽ മതി. യെസ്.
മിസ് സൂര്യ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഏതാണ് പ്രോഗ്രാം? സാർ ഞാൻ MAPC ആണ്. ഓക്കെ. ഏതാണ് സ്റ്റഡി സെന്റർ? സ്റ്റഡി സെന്റർ ആലപ്പുഴ ധനാലയ. ധനാലയ. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. എനിഹൗ സമയം 1:36 നമ്മൾ ഇനി ഒരു ടാസ്ക് തരാം. ടാസ്ക് പ്രത്യേകിച്ച് എഴുതേണ്ടതില്ല. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു 4-5 ടേബിൾ, മൾട്ടി ലെവൽ ടേബിൾസ് സ്വയം ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ ബുക്കിൽ നിന്നോ പഴയ ബുക്കുകളിൽ നിന്നോ സ്വയമേവയോ ഒരു 4-5 ടേബിൾ ചെയ്യുക. എന്നിട്ട് ഷോർട്ട് കട്ട് മെത്തേഡിൽ മീൻ കണ്ടുപിടിക്കുക. അത് വേണമെങ്കിൽ അരിത്തമെറ്റിക് മീൻ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക, രണ്ടും ഈക്വൽ ആണ് എന്ന് വെരിഫൈ ചെയ്യുക. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ ആ പ്രാക്ടീസ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും പരീക്ഷാ ഹാളിൽ. ഓപ്പൺ എൻഡഡ് വരാം, ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് വരാം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ, ലെസ് ദാൻ ക്യുമുലേറ്റീവ്, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരാം, അൺഈക്വൽ ക്ലാസ് ഇന്റർവൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് വരാം. അങ്ങനെ ഏത് വന്നാലും, അല്ലെങ്കിൽ വെറുതെ ഒരു റോ ഡാറ്റ തന്നിട്ട് 20 മാർക്കിന്റെ ചോദ്യമായിട്ട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഒരു റോ ഡാറ്റ തരിക, ആ റോ ഡാറ്റ തന്നതിന് ശേഷം ഫ്രീക്വൻസി ടേബിൾ ആക്കാൻ പറയുക. ഫ്രീക്വൻസി ടേബിൾ ആക്കുന്ന നേരത്തെ അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് മെത്തേഡിലും സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലും മീൻ കണ്ടുപിടിക്കാൻ പറയുക. അതിന്റെ ഡെഫിനിഷനും ഫോർമുലയിലേക്ക് വന്നതും എഴുതാനും പറയുക. അങ്ങനെ 5 മാർക്ക് 5 മാർക്ക് 5 മാർക്ക് 5 മാർക്ക് എല്ലാം അങ്ങനെ 4 സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് 20 മാർക്ക് തന്നിട്ടുള്ള അനുഭവവും ഉണ്ട്. 2 ചോദ്യം അങ്ങനെ ഉത്തരം കിട്ടിയാൽ തന്നെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഷോർട്ട് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 മാർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 20 മാർക്കിന്റെ 3 എണ്ണം തന്നിട്ട് 2 എണ്ണം എഴുതുന്നത്, അങ്ങനെ ചോദിക്കുന്ന ടൈപ്പുകളും ഉണ്ട്. അപ്പോൾ ദൈവം കൃപ എങ്ങനെ കിട്ടിയാലും അതനുസരിച്ച് എഴുതാനുള്ള പ്രാക്ടീസ് നമുക്ക് ചെയ്യാം. അടുത്ത ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീഡിയൻ അഥവാ പാർട്ടീഷൻ വാല്യൂ. മീഡിയൻ എന്നുള്ള ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് പാർട്ടീഷൻ വാല്യൂസ് എന്നുള്ളതിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം മീഡിയനിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, ഇന്നത്തെ യോഗത്തിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ എങ്ങനെ ഒന്ന് ആൻസർ പറഞ്ഞോളൂ. എത്ര കിട്ടി എന്ന് നല്ല അത് ഞാൻ വിട്ടുപോയി, സോറി. ഒന്ന് ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യൂ, ഓരോരുത്തർക്ക് കിട്ടിയത് ധൈര്യപൂർവ്വം ടൈപ്പ് ചെയ്തോളൂ. തെറ്റിക്കോട്ടെ, തെറ്റിയാൽ നമുക്ക് തിരുത്താം. ധൈര്യപൂർവ്വം ടൈപ്പ് ചെയ്തോളൂ ആൻസർ. മിസ് ഹസീന കിട്ടിയില്ലേ? സൗമി, ദിൽഷ 3521.43. മിസ് ദീപിക 3478.4. 3521.4. ഒരേ വാല്യൂ 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് സ്വീകരിക്കുന്നു. അടുത്ത ഒരാളും കൂടി ചെയ്താൽ അത് നമുക്ക് ഉറപ്പിക്കാം. 4 പേരിലെ വന്നല്ലോ അല്ലെ? 4, 3 അവിടെ 2 ഡിജിറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഹസീന കൊടുത്തിട്ടുണ്ട് 3521. യെസ്, ഹസീന തന്നു, ദീപികയും തന്നു, സൗമി തന്നു, രോഷ്നി തന്നു. സൗമി ഒന്ന് വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ മോളൂ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. തെറ്റാണെങ്കിലും ബേജാറാകണ്ട. നമുക്ക് സ്റ്റെപ്പുകളെല്ലാം എഴുതിയിട്ടുണ്ട്. ഫൈനൽ ഉത്തരത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ 1/2 മാർക്കേ കുറയ്ക്കുകയുള്ളൂ. 5 മാർക്കിന്റെ ചോദ്യത്തിന് മൊത്തം 5 മാർക്കും ഒന്നും പോവില്ല. ആ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പിന് 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കേ കുറയ്ക്കുകയുള്ളൂ. മൊത്തം കുറയ്ക്കുകയൊന്നുമില്ല. കണക്കിൽ അങ്ങനെയാണ് മാർക്ക് ഇടുക. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ 2 ഡിജിറ്റിൽ തന്നെ ഉത്തരം എഴുതുക. ഓക്കെ 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 ഓക്കെ. എനിഹൗ ഓൾ ദ ബെസ്റ്റ്. ഒരു 3, 5, 10 നിങ്ങളുടെ ഗ്യാപ്പ് അനുസരിച്ച്, സൗകര്യം അനുസരിച്ച് ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക, ആൻസേഴ്സും കണ്ടെത്തുക.
ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിൽ പറയാം. മിസ് ഹസീന, സൂര്യ. സർ, എനിക്ക് ഇന്നലത്തെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ, അപ്പം എന്തൊക്കെ ടോപ്പിക്സ് ഡീൽ ചെയ്തെന്ന് ഇതിലിപ്പോ നിലവിലെ MAPC സ്റ്റുഡൻസിന്റെ നമ്പർ വേണമെങ്കിൽ പരസ്പരം വാങ്ങിച്ചോളൂ. ഒരു കാര്യം നിർബന്ധപൂർവം പറയുന്നത്, ആരാണ് എന്താണ് എന്ന് അറിയാത്ത ഒരു ഓൺലൈൻ ലെവലിലാണ് നമ്മൾ എല്ലാവരും. അപ്പൊ ഇവിടെ MNotes വേണ്ടിയുള്ള ഈ ഒരു സൗജന്യ ക്ലാസ് പരിപാടിയിൽ നമ്മൾ തന്നെ പരസ്പരം ഒരു ഓത്ത് ഉണ്ട്, നമ്മളുടെ തമ്മിൽ ഒരു പ്രതിജ്ഞയുണ്ട്. എല്ലാവരുടെയും ആയിട്ടും ഈ വീഡിയോ ഭാവിയിൽ കാണുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പരസ്പരം ഒരു ഓത്ത് ഉണ്ട്. നമ്മൾ മറ്റുള്ള ഒരാളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ പേഴ്സണാലിറ്റി അയാളുടെ അനുവാദമില്ലാതെ നമ്മൾ വേറെ ഒരാളുമായിട്ട് ഷെയർ ചെയ്യില്ല. ഇത് നമ്മളുടെ ഒരു പ്രതിജ്ഞയാണ്. ഷെയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അതിനെ വേറെ ഒരു രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാളുടെ കാര്യം വേറെ ഒരാളുടെ അർത്ഥത്തിൽ നമ്മൾ ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. പേഴ്സൺ ടു പേഴ്സൺ ഓൺലി. എന്നിൽ നിന്ന് നിങ്ങളിലേക്ക്, നിങ്ങളിൽ നിന്ന് എന്നിലേക്ക്, ഇത് വേറെ ഒരാളിലേക്ക് ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നിലൂടെ മാത്രം തന്നെ. അതേപോലെ തന്നെ മിസ് സൂര്യയുടെ ഒരു കാര്യം മിസ് റോഷ്നി ആണെങ്കിലും അത് സൂര്യയുടെ അനുവാദത്തോട് കൂടിയിട്ട് മാത്രം. നിങ്ങൾ രണ്ടുപേർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. വേറെ ഒരാൾ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണമെങ്കിൽ അത് എൻ്റെ അറിവോടും സമ്മതത്തോടും, അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, സമ്മതത്തോടും കൂടിയിട്ട്. അങ്ങനെ ഒരു കോമൺ റൂൾ നമ്മൾ ഇതിൽ പാലിക്കുന്നുണ്ട്. നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നു എന്നല്ലട്ടോ ഈ പറഞ്ഞു വരുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെറിയ ചെറിയ ബയാസുകൾ കടന്നു വരാനുള്ള ഒരുപാട് സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ നമ്പർ പരസ്പരം വാങ്ങിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരങ്ങള്, ചോദ്യങ്ങള് പരസ്പരം ഷെയർ ചെയ്യുക. അത് കാരണം ചങ്ങാതിക്കൂട്ടമാണ് നമ്മളുടെ ഇടയിൽ. നിങ്ങൾക്ക് പരസ്പരം എല്ലാം എന്നിലൂടെ നടക്കണം എന്നില്ല. ഇവിടെ അഡ്മിന്മാരുണ്ട്, കോ അഡ്മിന്മാരുണ്ട്. അതുപോലെ റോഷ്നി മാമും ഹസീന മാമും സൂര്യ മാമിനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ പരീക്ഷയോട് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത്, ഇപ്പൊ ദീപിക മാം ചെയ്യുന്നത് പോലെ നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാം. ഒരു വീഡിയോ എടുക്കുക, ക്യാപ്ചർ ചെയ്യുക. 10 മിനിറ്റ്, 15 മിനിറ്റ്, 5 മിനിറ്റ് ഒക്കെ ഉള്ള ചെറിയ ചെറിയ പോർഷനാക്കി ഡിവൈഡ് ചെയ്ത് അത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. മിസ് ദിൽഷ കൊമേഴ്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത് ചെയ്യുക. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രസിദ്ധീകരണ യോഗ്യമാണ് എങ്കിൽ അത് എനിക്ക് അയച്ചു തരിക. ഞങ്ങൾ ഒരു കോ അഡ്മിന്മാരുടെ ഒരു ടീമുണ്ട്, അഡ്മിനും കോ അഡ്മിനും ടീമുണ്ട്. അവർ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി നിങ്ങളുടെയും കൂടി അനുവാദത്തോടു കൂടി ഒരു ലെവലില് വീഡിയോ പ്രസിദ്ധീകരിക്കാനുള്ള വീഡിയോ ആക്കി മാറ്റും. എന്നിട്ട് അത് നിങ്ങളിലേക്ക് ഞങ്ങളുടെ ടീം, MNotes ടീം നിങ്ങൾക്ക് അയച്ചു തരും. അയച്ചു തന്നിട്ട് അത് പബ്ലിഷ് ചെയ്യാം എന്നുള്ള ഒരു അർത്ഥത്തിലുണ്ട് എങ്കിൽ അത് പബ്ലിഷ് ചെയ്യാം. ലോകം മുഴുവനും അത് കാണും. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് MNotes നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുറെ കൊല്ലം, ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഫെയിമായി മാറും. നിങ്ങൾക്ക് അതിലൂടെ പിന്നീട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പോൾ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കുന്നു. അത് സൗജന്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു മോണിറ്ററി ഇതൊന്നും ഇക്കാര്യത്തിൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിലെ ഒരു ഹൈലൈറ്റ്, ഇപ്പോ ദീപിക മിസ് തന്നെ 60-ൽ കൂടുതൽ വീഡിയോസ്, മൊത്തം ഇപ്പൊ 80 വീഡിയോന്റെ അടുത്തേക്ക് സ്റ്റുഡൻസ് കോഓപ്പറേറ്റീവ് വീഡിയോ വന്നു. 60-നടുത്ത് വീഡിയോസ്. എത്ര എണ്ണമാണ് മിസ് ദീപിക? എനിക്ക് കറക്റ്റ് അറിയില്ല സർ. നമ്മളിപ്പോ 80-ൽ കൂടുതലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടത് അല്ലേ? മൊത്തം സ്റ്റുഡൻസ്. മിസ് ഹസീന എന്തോ പറയുന്നു. ദീപിക മാമിന്റെ ക്ലാസ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ്സുകളാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഇതിന് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എവിടം വരെ ആയി ഓരോ സബ്ജക്റ്റും എന്നൊന്ന് പറയാമോ? കൃത്യമായിട്ട് ടെലഗ്രാം ചാനലില്, നിങ്ങൾ MNotes ടെലഗ്രാം ചാനലില് ഞാൻ ലിങ്ക് അയച്ചു തരുന്നുണ്ട് എല്ലാവർക്കും. ആ ലിങ്കിൽ പോയാൽ എല്ലാ ക്ലാസ്സും, ഒരു ദിവസം 2 ക്ലാസ് മിനിമം അവർ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ആ 2 എണ്ണവും അപ്പൊ തന്നെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ടെലഗ്രാമിലുണ്ട്. കോഗ്നിറ്റീവ് ലൈഫ് സ്പാൻ എല്ലാം ദീപിക മാമിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ആ 2 ടീമേ തന്നിട്ടുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് ഞാനും തരുന്നു.
പേഴ്സണാലിറ്റിന്റെ ഫസ്റ്റ് യൂണിറ്റും എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മ. അതെ, തുടക്കത്തിൽ പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ അത് നിങ്ങളും ഇതുപോലെ ചെയ്യാം. അപ്പോ ഒരേ സബ്ജക്ട് മാറ്റർ തന്നെ 2-3 പേര് ഡിസ്കസ് ചെയ്യുമ്പോ കുറച്ചും കൂടി ആഴത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓ, ഇങ്ങനെ ഒരു പോയിന്റും കൂടി എനിക്ക് പറയാമായിരുന്നു അല്ലേ, ഇങ്ങനെ ഒന്നും കൂടി ഉണ്ടല്ലേ. അങ്ങനെ വരുമ്പോ കുറച്ചും കൂടി മനോഹരമായിട്ട് നമുക്ക് പോകും. ഓക്കെ, അങ്ങനെ ഭംഗിയാക്കുക. ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ ചെയ്യുന്നു എങ്കിലും ഇതിന്റെ കുത്തകാവകാശം, മോണോപ്പൊളി നമുക്കാണ്, എനിക്കല്ല, നമുക്കാണ്. അപ്പൊ നമ്മളിലെ ഒരു കൊടുക്കൽ വാങ്ങൽ ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാ നന്മകളും നേരുന്നു. അടുത്ത ദിവസം നാളെ നമുക്ക് മനോഹരമായിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. 2 മണിക്ക് 1:50 ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ടാവും. ഇന്നലെ ഞാൻ നല്ല അത്യാവശ്യം ചെറുതൊരു ഷെയർ ചെയ്യാണ്. ഡൽഹിയിലും വാരണാസിയിലും വിജയവാഡയിലും ഒക്കെ ഉള്ള ഇഗ്നോ കോർഡിനേറ്റർമാർ തമ്മിലുള്ള ഒരു ഡിസബിലിറ്റി സ്റ്റുഡൻസിന് എങ്ങനെ പരീക്ഷ നടത്താം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വെബിനാർ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ എൻ്റെതായിട്ടുള്ള 1-2 സംഭാവന ഞാൻ ഇന്നലത്തെ മീറ്റിങ്ങിൽ പറയുകയുണ്ടായി. ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന് ഇപ്പൊ ഇന്റർപ്രറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത, അവർക്ക് ഇപ്പോഴും ഡയഗ്രാം, ജോമെട്രിക്കൽ പാറ്റേൺ, ഇതെല്ലാം ഗ്രാഫ്, ഇതെല്ലാം ഇപ്പോഴും നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഒരു സൈക്കോളജി സ്റ്റുഡന്റ്, ഡിസബിലിറ്റി ഉള്ള ഒരു സൈക്കോളജി സ്റ്റുഡന്റും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് കരുതുക. നമ്മേക്കാൾ കൂടുതൽ സൈക്കോളജി ട്രീറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർക്കായിരിക്കാം 6ാം ഇന്ദ്രിയം 7ാം ഇന്ദ്രിയം ഉപയോഗിച്ച് കഴിയുക. അവർക്ക് വേണ്ടിയും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്റർപ്രറ്റേഴ്സിന് വയ്ക്കണം എന്നുള്ളത് മാത്രമല്ല, അവർക്ക് സ്ക്രൈബിനെ അനുവദിക്കണം എന്നുള്ളത്, ഡ്രോയിങ്സ് അവർക്ക് എക്സംപ്റ്റ് ചെയ്യണമെന്നും എക്സ്ട്രാ ടൈം അലോട്ട് ചെയ്യണം എന്നുള്ളത്, അത് നാഷണൽ ലെവൽ തന്നെ അടുത്ത കരിക്കുലം ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുത്താം എന്നൊരു വാക്ക് ഇന്നലെ കോർഡിനേറ്റർ അത് നൽകി. അത് തന്നെ വലിയ സന്തോഷമുള്ള ഒരു കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വസ്തുതകളാണ്. അങ്ങനെയുള്ള നല്ല നല്ല പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളെയും ഞാൻ പങ്കെടുപ്പിക്കാൻ പരമാവധി പരിശ്രമിക്കുന്നതായിരിക്കും. എനിഹൗ, all the best. Let us wind up today. Okay? Thank you, sir. Thank you. All the best. Have a nice Thank you, sir. Thank you. Bye, sir. Thank you. Thank you.